ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 18-ാം വാക്യം മുതൽ വായിക്കാം. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണിയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ഇനി 22-ാം വാക്യം വായിക്കാം. ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. യാക്കോബ് തലേണിയായി വെച്ചിരുന്ന കല്ല് തൂണായി നിർത്തി. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. യാക്കോബ് ഒരു തൂൺ നിർത്തി. യാക്കോബിൻ്റെ തൂണുകൾ തിരുവചനത്തിലെ ഒരു ചിന്താവിഷയമാണത്. യാക്കോബിൻ്റെ തൂണുകൾ. യാക്കോബ് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, വളരെ ക്ഷീണിതനായിരുന്നു. യാക്കോബ് വളരെ അവശനായിരുന്നു. യാക്കോബ് മനം തകർന്നാണ് എത്തിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈ ബേഥേലിൽ എത്തുന്നവരെയും എത്രയും തളർന്ന് വിവശതയോടെയാണ് സഞ്ചരിച്ചത്. മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര, മണൽപ്പരപ്പിൽ ചവിട്ടി ചവിട്ടി ഭയചകിതനായി ഭീതിയോടെ ഓടുന്ന യാത്ര, അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ നിന്ന് ഏകാഗിയായി ഓടുന്നതായൊരു യാത്ര, നിരാശ പൂണ്ട ഹൃദയത്തോടെ മനസ്സ് മടുത്ത് ഓടുന്നതായ ഒരു യാത്ര, എങ്ങോട്ടെന്നറിയാതെയുള്ളൊരു യാത്രയാണത്. ഇതിനു മുൻപ് പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ്. ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ചില ആളുകളെ കാണാനുള്ള യാത്രയാണ്. പക്ഷേ മനസ്സ് ഏറ്റവും അടുത്തിരിക്കുന്നു. ജീവിതം നിരാശാപൂരിതമായിരിക്കുന്നു. യാക്കോബ് തീർത്തും അവശനായിട്ടാണ് ഒരു കല്ലിന്മേൽ തലചായിച്ച് കിടന്നുറങ്ങിയത്. പ്രഭാതത്തിൽ എഴുന്നേറ്റു ആ കല്ലെടുത്ത് ഒരു തൂണായി നിർത്തി. യാക്കോബിൻ്റെ ആ തൂണ് അത് ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. വേദപുസ്തകം വായിച്ചാൽ യാക്കോബ് തന്നെ 4 തൂണുകൾ നാട്ടിയതായി നമുക്ക് കാണാം. 4 തൂണുകൾ. ആ 4 തൂണുകളിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവിടെ 1-ാമത്തെ തൂണാണ് കാണുന്നത്. യാക്കോബ് തലയണക്കല്ല് ഒരു തൂണായി നിർത്തി. 1-ാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, ഡിപ്രസ്ഡായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡിപ്രഷൻ മാറാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഒരു സമർപ്പണമാണ്. നമ്മിൽ പലരും മനസ്സ് മടുത്തിരിക്കുന്നവരാണ്, നിരാശ പൂണ്ട ഹൃദയത്തോടിരിക്കുന്നവരാണ്. മനസ്സിൽ വിഷാദ വിവശമായ ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ രോഗമായിരിക്കാം, മാറാരോഗമായിരിക്കാം. ചികിത്സിച്ചിട്ട് ഫലം കിട്ടാതെ മനസ്സ് വിങ്ങി നൊന്തിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട്. കടത്തിൻ്റെ ഭാരമോർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. പൈസയുടെ ഞെരുക്കം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിലെ സ്വൈരക്കേട് കൊണ്ടും പരസ്പരമുള്ള ഈർഷ്യ കൊണ്ടും പണമുണ്ട്, ആരോഗ്യമുണ്ട്, സ്വത്തുണ്ട്, സൗകര്യമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വൈര്യമില്ല, സമാധാനമില്ല. അങ്ങനെ കുടുംബത്തിലെ അലോഹ്യം കൊണ്ടും മനസ്സ് മടുത്ത് വിഷമിച്ച് വിഷാദ വിവശരായി വിമുഖരായിരിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഹൃദയത്തിൻ്റെ അവസ്ഥയെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം, നിങ്ങൾക്ക് തന്നെ കാണാം, നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. ഞാൻ വായിച്ചു ജീൻ ഓൾമണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്. 122 വയസ്സ് വരെ ജീവിച്ചു. ആ 122 വയസ്സുള്ള ഒരു സ്ത്രീ, അവൾ ഗിന്നസ് ബുക്കിൽ പേര് വന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ തലമുറയിൽ ആയുസ്സുള്ള സ്ത്രീ എന്ന്. ആ സ്ത്രീയോട് ചിലർ ചോദിച്ചു, എന്താണ് ഇത്രയും വലിയ ദീർഘായുസ്സിൻ്റെ രഹസ്യം? ഇത്രയും നാൾ ജീവിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു, അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒരു ഉത്തരം, അത് ചിരിയാണ്. ചിരി. മനസ്സെപ്പോഴും സന്തോഷമാണ്. എനിക്ക് നിരാശകളില്ല, എനിക്ക് ആകുലങ്ങളില്ല, എനിക്ക് ആവലാധികളില്ല, എനിക്ക് ഭയപ്പാടുകളില്ല. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അല്പം പോലും വിരസതയില്ല. മനസ്സ് സ്വസ്ഥമാണ്,
എ ചിയർഫുൾ മൈൻഡ്, സന്തോഷമുള്ളൊരു ഹൃദയം, സന്തോഷമുള്ളൊരു മനസ്സ്. സന്തുഷ്ട മാനസം ഒരു ഔഷധമാകുന്നുവെന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ശലോമൻ പറയുന്നുണ്ട്. സന്തുഷ്ട മാനസം ഒരു ഔഷധമാകുന്നു. സന്തോഷമുള്ള മനസ്സൊരു ഔഷധമാണെന്നാണ്. സന്തോഷമുള്ള മനസ്സ്. യാക്കോബ് സന്തോഷമുള്ള മനസ്സുള്ളവനായിട്ടല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. യാക്കോബ് മനസ്സ് വളരെ മ്ലാനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹൃദയം വാടിയാണ് എത്തിയിരിക്കുന്നത്. സന്തോഷമുള്ള മനസ്സല്ല. അതിൻ്റെ എല്ലാ ക്ഷീണവും യാക്കോബിൻ്റെ ശരീരത്തിലുണ്ട്, മനസ്സിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദീർഘായുസിൻ്റെ ഒരു കാരണം സന്തുഷ്ട ഹൃദയമാണ്. ഡിപ്രഷൻ മാറും, ആയുസ് നീണ്ടു കിട്ടും സന്തുഷ്ട ഹൃദയം ഉണ്ടെങ്കിൽ. ആകുലങ്ങളുണ്ടാവില്ലെന്നല്ല, ആവലാധികളുണ്ടാകും, നമുക്ക് ഭാരങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അതിനെ നമുക്ക് നേരിടാൻ പറ്റണമെങ്കിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് വേണം. ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വേണം. നിങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടിയാൽ നിങ്ങൾക്കും സന്തുഷ്ട ഹൃദയം ലഭിക്കും. ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്. ഇന്ന് വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സ് ഒരു സന്തുഷ്ടമായ അനുഭൂതിയിലാണോ? സന്തോഷകരമായ അനുഭവത്തിലാണോ? ഇന്ന് നാം ധാരാളം കേൾക്കുന്നൊരു വാക്കാണ് ധാരാളം. നിങ്ങൾ പലരും കേൾക്കും, മൊബൈൽ ഫോണിൽ കൂടി ആരെങ്കിലും വിളിച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്. സാധാരണ കേൾക്കാറുള്ളതാണ്. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നമ്മിൽ പലരും ഇന്ന് ദൈവം നമ്മെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, മനസ്സ് പരവശമായിട്ടിരിക്കുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിളിയുടെ പരിധിക്ക് പുറത്താണ്. ജീവനുള്ള ദൈവം നമുക്ക് ഹൃദയത്തിൽ സന്തോഷം തരാൻ നമ്മെ വിളിക്കുന്നുണ്ട്. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹവായ്പോടെ വിളിക്കുന്നുണ്ട്. ദൈവം കരുണയോടെ നമ്മെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വിരസത മാറ്റാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. നമ്മുടെ ആകുലം മാറ്റാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. നമ്മുടെ ദുരിതം മാറ്റാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. നമ്മുടെ സങ്കടം നീക്കി നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം പകരാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. പക്ഷേ നാം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വയ്യാതെ നമ്മെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ നാം പരിധിക്ക് പുറത്ത് മാറി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നതിൻ്റെ അപ്പുറത്ത്, പരിധിക്ക് പുറത്ത് നിൽക്കുന്നു. അങ്ങോട്ടുള്ള കണക്ഷൻ ലഭിക്കാവുന്ന സ്ഥിതിയിലല്ല നാം ഇരിക്കുന്നത്. ദൈവം വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണോ? എനിക്കുണ്ടോ ഇനി നല്ല കാലം? നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊരു നല്ല ഭാവിയുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വസന്തകാലം കിട്ടുമോ? അതെല്ലാം തീർന്നു പോയില്ലേ? എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എൻ്റെ മക്കൾ എനിക്കെതിരായി, എൻ്റെ ആരോഗ്യം കുറഞ്ഞു പോയി, എൻ്റെ ജീവിതമെല്ലാം തീർന്നില്ലേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിരാശകൾ മാറ്റൂ, ഡിപ്രഷൻസ് മാറ്റൂ, എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തകൾ മാറ്റൂ. എങ്ങനെ ഈ ചിന്തകൾ മാറും? ചിന്തകൾ മാറും. നിങ്ങൾ ശാന്തമായിട്ട് എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ മതി. ഉള്ളു നുറുങ്ങി എൻ്റെ കർത്താവേ എന്ന് വിളിച്ചാൽ മതി. കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നല്ലോ, എൻ്റെ ഹൃദയം വിഷാദഭരിതമായിരിക്കുന്നല്ലോ, എൻ്റെ മനസ്സ് മൂകമായിരിക്കുന്നല്ലോ, മനസ്സ് നിശ്ചലമായിരിക്കുന്നല്ലോ, മനസ്സ് നിശബ്ദമായിരിക്കുന്നല്ലോ, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ചലനം നഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം പോയിപ്പോയിരിക്കുന്നല്ലോ. എൻ്റെ യേശുവേ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ആ വിളിക്കൊരു ശക്തിയുണ്ട്. നിങ്ങൾ വിളിച്ചാൽ യേശു സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയില്ല. നിങ്ങൾ വിളിച്ചാൽ യേശു പരിധിക്ക് പുറത്താകുകയില്ല. ഇന്ന് യേശു വിളിക്കുമ്പോൾ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് നിരാശ കൊണ്ട്. ഇന്ന് യേശു വിളിക്കുമ്പോൾ നിങ്ങൾ പരിധിക്ക് പുറത്താണ്. നിങ്ങൾ വേറെ ഏതോ കാര്യങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അത് പാപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹീനകൃത്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളിലായിരിക്കാം, അരുതാത്ത ബന്ധങ്ങളിലായിരിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വന്തമായ വിമൂഢതകളിലായിരിക്കാം, നിങ്ങൾക്കുള്ള വഴക്കിലോ വൈരാഗ്യത്തിലോ പൈശൂന്യത്തിലോ ആയിരിക്കാം, നിങ്ങളുടെ അസൂയയിലോ സ്വാർത്ഥതയിലോ ദ്രവ്യാഗ്രഹത്തിലോ ആയിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ളതായ പാപങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് സിഗ്നൽ കിട്ടുന്നില്ല, നിങ്ങൾക്ക് സിഗ്നൽ ലഭിക്കുന്നില്ല, ദൈവത്തിൻ്റെ വിളി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സടഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ക്രിസ്തു നിങ്ങൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിനെ ഒന്ന് വിളിക്കൂ.
എപ്പോഴും സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. ഒരു പാപി എവിടെ ഇരുന്ന് വിളിച്ചാലും, ഒരാവശ്യക്കാരൻ എവിടെ ഇരുന്ന് വിളിച്ചാലും എൻ്റെ യേശു കേൾക്കാൻ തയ്യാറാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ, യേശുവിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തിൽ നിങ്ങളുടെ ശബ്ദം ചെന്ന് അലയടിക്കും. യേശു നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കും. യേശു നിങ്ങൾക്ക് ആശ്വാസം തരും. യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം തന്ന്, സമാധാനം തന്ന്, ശാന്തി തന്ന്, നിങ്ങൾക്ക് സ്വസ്ഥത തന്ന്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വൈര്യം പകർന്നു തരും. യേശു നിങ്ങൾക്ക് സന്തോഷം തരും. നിങ്ങൾ രോഗിയായിരിക്കാം, നിങ്ങൾക്ക് ചില അവശതകളുണ്ടായിരിക്കാം, നിങ്ങൾ ചില ആവശ്യ ഭാരങ്ങളിൽ വീർപ്പുമുട്ടി വലയുന്നവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ വിളിക്കൂ. എൻ്റെ യേശുവേ എന്ന് വിളിക്കൂ. എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു നിങ്ങളുടെ വിളി കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നമ്മെ വിളിക്കുന്നു, നാം കർത്താവിനെ വിളിക്കുക. 42-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെയാണ്: നിന്റെ നീർച്ചാട്ടങ്ങളെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ് എന്നാണ്. ആഴം ആഴത്തെ വിളിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ദ ഡെപ്ത് ഓഫ് ദ ലവ് ഓഫ് മാൻ കോൾസ് ദ ഡെപ്ത് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കണം, എൻ്റെ യേശുവേ എന്ന്. എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ വിളി കേട്ട് ഓടി വരും. ഞാനിതാ വരുന്നു എന്നവൻ ഉത്തരമരുളും. ദൈവത്തിന് സ്തോത്രം. ഞാനിതാ വരുന്നു എന്ന് അരുളി ചെയ്യും. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ക്ഷീണിതനായി കിടക്കുകയായിരുന്നു. യാക്കോബ് അവശനായി കിടക്കുകയായിരുന്നു. ഡോക്ടർ മദൻ അഗാർദർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി മനുഷ്യൻ്റെ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്, മനുഷ്യൻ്റെ ഭയത്തിൻ്റെ കാരണം എന്താണ് എന്ന്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരാശ വരുന്നത് എന്തുകൊണ്ടാണെന്ന്, അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത് മനുഷ്യൻ അനേകം പേരുടെയും ജീവിതത്തിൽ നൈരാശ്യം വരുന്നത് അവരുടെ ജീവിതത്തിൽ ഈശ്വരവിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന്, ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന്. ദൈവവിശ്വാസത്തിലേക്ക് മനുഷ്യൻ വരിക, ദൈവവിശ്വാസത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അത്ഭുതത്തോടെ ഞാൻ ഓർക്കട്ടെ, ഈ ഇസ്ഹാക്കിനെ പ്രസവിച്ചപ്പോൾ ഇസ്ഹാക്കിൻ്റെ അമ്മയായ സാറ പറഞ്ഞു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കിയെന്ന്. ചിരിയുണ്ടാക്കി. ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ ചിരിയുണ്ടായി. യാക്കോബ് ജനിച്ചപ്പോൾ അവിടെ യാക്കോബിൻ്റെ കൈ ഏശാവിൻ്റെ കുതികാലിൽ പിടിച്ചിരിക്കുകയാണ്. അവിടെ കലക്കം തുടങ്ങി. അതിനെ തുടർന്ന് ആ കുടുംബത്തിൽ കലക്കമായി. അതിനെ തുടർന്ന് യാക്കോബിൻ്റെ ഹൃദയത്തിൽ നിരാശയായി. യാക്കോബിൻ്റെ ഹൃദയത്തിൽ വലയുന്ന അനുഭവങ്ങളായി. പ്രിയപ്പെട്ടവരെ, ചിരിയുണ്ടായിരുന്ന ഭവനമാണ്, ചിരിയുണ്ടായിരുന്ന കുടുംബമാണ്, സന്തോഷമുണ്ടായിരുന്ന കുടുംബമാണ്. ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ പലരുടെയും കുടുംബം ഒരു സമയത്ത് ചിരി ഉണ്ടായിരുന്നതല്ലേ? ഒരു സമയത്ത് സ്തുതി ഉണ്ടായിരുന്നതല്ലേ? ഒരു സമയത്ത് നിങ്ങളുടെ നാവിന്മേൽ, നിങ്ങളുടെ ചുണ്ടിന്മേൽ സ്തുതി ഉയർന്നുകൊണ്ടിരുന്നതല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം അലതല്ലിയിരുന്നില്ലേ? ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലേ? ദൈവിക സാന്നിധ്യത്തിൻ്റെ മധുരമയിൽ നിങ്ങൾ കുളിർമ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചിരുന്നില്ലേ? നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നല്ല കാലങ്ങൾ ലഭിച്ചിരുന്നതല്ലേ? എന്നാൽ ഇന്ന് എവിടെ പോയി നിങ്ങളുടെ സന്തോഷം? നിങ്ങളുടെ സമാധാനം എവിടെ പോയി? നിങ്ങളുടെ മനസ്സ് ആശങ്കാകുലമാകാൻ കാരണമെന്ത്? പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കൊരു കാരണമാണുള്ളത്. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. യേശു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് ചിരി വീണ്ടും തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്ന വാക്കല്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും ചിരി തരാമെന്ന്, നിങ്ങൾക്ക് ഇനിയും ഉല്ലാസഘോഷം തരാമെന്ന്, ഇനിയും ആനന്ദഘോഷം തരാമെന്ന്, ഇനിയും നിങ്ങൾക്ക് ഉല്ലാസം തരാമെന്ന്, ഇനിയും നിങ്ങൾക്ക് ഉത്സവം തരാമെന്ന്, ഇനിയും നിങ്ങൾക്ക് നല്ല കാലം തരാമെന്ന്, ഇനിയും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ളതായ സന്തോഷത്തിൻ്റെ മധുരിമയാർന്ന സ്തുതികൾ തരാമെന്ന് ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ്.
യാക്കോബ് അവശതയോടെ കിടക്കുകയായിരുന്നു. യാക്കോബിൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങനെയല്ലേ? ആദ്യം മുതൽ ഏതാണ്ട് അവസാന കാലം വരെയും ദുരിതങ്ങളിലിങ്ങനെ പെടഞ്ഞു പോയ ഒരു ജീവിതം. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ 28-ാം അധ്യായം മുതലുള്ളതായ വാക്യങ്ങൾ വീണ്ടും നാം വായിക്കുകയാണെങ്കിൽ യാക്കോബിൻ്റെ ജീവിതം 49-ാം അധ്യായം അവസാനിക്കുന്നത് വരെയും അനേകം കെടുതികളിലൂടെയും ദുരിതങ്ങൾക്കൂടെയും അലഞ്ഞു ഉലഞ്ഞു നീങ്ങിയ ഒരു ജീവിതമാണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് യാക്കോബ് ഒരു തുടക്കം കുറിക്കുകയാണ്. യാക്കോബ് സമാധാനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. ഒരു തൂണ് നാട്ടി. ദൈവത്തിന് സ്തോത്രം. കല്ലുകൊണ്ടൊരു തൂണ് നാട്ടി. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു തൂണ് നാട്ടുക. ഒരു തൂണ് നിങ്ങൾ നാട്ടുക. ഏതാണ് നിങ്ങൾ നാട്ടുന്ന തൂണ്? അതൊരു സമർപ്പണത്തിൻ്റെ തൂണാണ്. ദൈവത്തോടുള്ള ഉടമ്പടിയുടെ തൂണാണ്. ദൈവത്തോടൊരു വാക്ക് പറയുന്ന തൂണ്. അത് മാറാത്തൊരു തൂണായിരിക്കട്ടെ. ആഴത്തിൽ ഉറപ്പിക്കുന്നൊരു തൂണായിരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പാറമേൽ ഉറപ്പിക്കുന്ന ഒരു തൂണായിരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ തികവിൽ ആണിയടിച്ച് ഉറപ്പിക്കുന്ന ഒരു തൂണായിരിക്കട്ടെ. എന്താണ് നിങ്ങൾ സ്ഥാപിക്കാൻ പോകുന്ന തൂണ്? സത്യമായൊരു സമർപ്പണം. എന്താണ് യാക്കോബ് ചെയ്തത്? ആ തൂണ് സമർപ്പണത്തിന് തൂണ്. നാം വായിക്കുന്നത് 18-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേതേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും എനിക്ക് ഭക്ഷിക്കാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് ധരിക്കാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. ഇന്ന് ഞാൻ ഈ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ഇത് ഭാവിയിൽ ദൈവത്തിന്റെ ആലയമായി മാറും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. എന്നെ കാണുന്ന എൻ്റെ ദൈവമേ, എൻ്റെ പിതാക്കന്മാർ നടത്തിയ എൻ്റെ ദൈവമേ, എൻ്റെ പൂർവ്വപിതാവായ അബ്രാഹാമിനെയും എൻ്റെ പിതാവായ ഇസ്ഹാക്കിനെയും നയിച്ചു കൊണ്ടുവന്ന എൻ്റെ ദൈവമേ, ഞാനിതാ നിന്നോടൊരു വാക്ക് പറയുന്നു. ഞാൻ ഈ തൂണായി നിർത്തിയ ഈ കല്ല് ഇവിടം ദൈവത്തിൻ്റെ ആലയമായി മാറും. ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുകയാണ്. യാക്കോബ് ഒരു നേർച്ച നേർന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഒരു നേർച്ച നേരുക. എന്താണ് നിങ്ങൾ നേരുന്ന നേർച്ച? നിങ്ങൾ നേരുന്ന നേർച്ച അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊരു സമർപ്പണമായിരിക്കട്ടെ. എന്താണ് സമർപ്പണം? കർത്താവേ, നീ എൻ്റെ ദൈവമായിരിക്കും. യേശുവേ, നീ എൻ്റെ ദൈവമായിരിക്കും. ഞാൻ നിൻ്റെ ദാസനായിരിക്കും. കർത്താവേ, ഞാൻ നിൻ്റെ ദാസിയായിരിക്കും. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ പ്രായം വരെയും നീ എന്നെ കൊണ്ടുവന്നു. ഇന്നിതാ ഞാൻ വ്യക്തമായി ഒരു സമർപ്പണം എടുക്കുകയാണ്. വ്യക്തമായൊരു സമർപ്പണം. ഇതിനു മുൻപെല്ലാം ഞാൻ സമർപ്പണം കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ചിലതെല്ലാം വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ നൈരാശ്യം കൊണ്ട് അനുഭവത്തിൽ നിന്ന് ഞാനതിൽ നിന്ന് കരകയറാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു പുതിയ സമർപ്പണം എടുക്കുന്ന ഒരു പുതിയ അനുഭവമാണ്. കർത്താവേ, ഇത്രയും കാലം ഞാൻ പറഞ്ഞതുപോലല്ല. എൻ്റെ അപ്പൻ്റെ സമർപ്പണം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അപ്പനായ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരുന്ന് 15 കൊല്ലം ഞാൻ ഇരുന്നുള്ള പരിചയം കൊണ്ട് അപ്പൻ്റെ അപ്പനായ അബ്രഹാം പിതാവ് പറയുന്ന സമർപ്പണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അബ്രഹാം പിതാവ് കൂടാരത്തിനകത്തിരുന്ന് വീർപ്പുമുട്ടി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അബ്രഹാം പിതാവ് മുട്ടുമടക്കിയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 15 കൊല്ലം എൻ്റെ അപ്പൻ്റെ അപ്പനായ അബ്രഹാമിൻ്റെ അടുക്കലിരുന്ന് എനിക്ക് ആ പരിചയം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അബ്രഹാം പിതാവിനെ അനുസരിച്ച കഥയെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പനായ ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുന്നതും കരയുന്നതും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായൊരു സമർപ്പണം ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ വാക്കുകൊണ്ട് ചിലതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ആവശ്യക്കാരനായി ഞാനൊന്നും സമർപ്പിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാൻ വന്നിരിക്കുന്നു. ഒരു നിർണായക സന്ദർഭത്തിൽ ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ വന്നിരിക്കുന്നു. ഞാനിതാ ഏകനായി വന്ന് നിൽക്കുന്നു. ആരോരുമില്ലാത്തനായി വന്ന് നിൽക്കുന്നു. തുണയറ്റവനായി ഞാൻ വന്ന് നിൽക്കുന്നു. സഹായമില്ലാത്തനായി ഞാൻ വന്ന് നിൽക്കുന്നു. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ ഇതാ വന്ന് നിൽക്കുന്നു. അനാഥനെ പോലെ ഞാൻ ഇതാ വന്ന് നിൽക്കുന്നു.
അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവർ ദൂരെയാണ്. എൻ്റെ കർത്താവേ, ഇന്ന് ഞാനിതാ ഈ തൂണായി കല്ല് നിർത്തിയിട്ട് ഇവിടെ ഞാൻ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് ഞാൻ നിന്നോട് ഇതാ ഒരു വാക്ക് പറയുന്നു. നാഥാ, നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റെ മകൻ, ഞാൻ നിൻ്റെ ദാസൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, നീ കുരിശിന്മേൽ നിന്നെ തന്നെ എനിക്ക് വേണ്ടി തന്നു. നിൻ്റെ ദിവ്യ ജീവൻ എനിക്ക് വേണ്ടി നീ അർപ്പണം ചെയ്തു. നിൻ്റെ കുറ്റമില്ലാത്ത രക്തം നീ എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ പാപം പോക്കാൻ, എന്നെ നരകത്തിയിൽ നിന്ന് കോരിയെടുക്കാൻ നീ കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ഒന്നേ അറിയാവൂ, ഞാനിതാ നിസ്സഹായനാണ്. എനിക്കൊരു നല്ല പാരമ്പര്യമില്ല. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ജന്മം മുതൽ ഇന്ന് വരെയും കർത്താവേ, ഞാൻ നിന്നെ വേണ്ടതുപോലെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞില്ല. അപ്പനറിഞ്ഞു, അപ്പൻ്റെ അപ്പനറിഞ്ഞു, പക്ഷേ ഞാൻ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാരമ്പര്യം പറയാനില്ല, അഭിമാനം പറയാനില്ല. കർത്താവേ, ഞാൻ നിന്നോടൊന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ ആവശ്യക്കാരനായി നിന്നോട് പറയുകയാണ്. ഞാൻ എന്നെ തന്നെ നിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്നു. ഞാൻ ഈ കല്ലിവിടെ നാട്ടുന്നു. ഈ കല്ല് നാട്ടിയ സ്ഥലം ഒരാരാധനാലയമായി മാറാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളിത് പറയുമെങ്കിൽ നിങ്ങളുടെ സമർപ്പണം ഒരാരാധനയുടെ ആദിശില സ്ഥാപിക്കുന്ന അനുഭവമായി മാറും. ആദ്യത്തെ കല്ലുപാകുന്ന അനുഭവം, ആരാധനയുടെ ആദ്യത്തെ അടിസ്ഥാന കല്ലുപാകുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. ജീവിതം കൊടുക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിന് കൊടുക്കൂ. തന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നവന് നിങ്ങളെ തന്നെ കൊടുത്തു നോക്കൂ. അവൻ നിങ്ങളെ വളർത്തുന്നത് കാണാം, അവൻ നിങ്ങളെ പുലർത്തുന്നത് കാണാം, അവൻ നിങ്ങളെ ഉദ്ധരിക്കുന്നത് കാണാം, അവൻ നിങ്ങളുടെ നിരാശകൾ മാറ്റുന്നത് കാണാം. നിങ്ങൾ ഡിപ്രഷൻസ് എല്ലാം സൂര്യപ്രകാശത്തിൽ മഞ്ഞ് ഉരുകിപ്പോകുന്നത് പോലെ എല്ലാം മാഞ്ഞു പോകുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിലെ ഡിപ്രഷൻ്റെ സകല കാർമേഘ കൂരിരുട്ടുകളും മാറിപ്പോകുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ സത്യപ്രകാശം ഉദിക്കുന്നത് കാണാം. പ്രത്യാശയുടെ പ്രഭാതം നിങ്ങൾ വിടരുന്നത് കാണാം. നിങ്ങൾ സന്തോഷിച്ച് ആർക്കുന്നത് കാണാം. നിങ്ങൾ ഉല്ലസിച്ച് സ്തുതിക്കുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം അലതല്ലുന്നത് കാണാം. നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ ദൈവത്തെ കാണുന്നത്, ദൈവത്തെ അറിയുന്നത്, ദൈവത്തെ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. തലമുറകൾ തലമുറകൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് നിങ്ങൾ കാണും. തലമുറകൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്നത് നിങ്ങൾ കാണും. തലമുറകൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവാചകന്മാരായി മാറുന്നത് നിങ്ങൾ കാണും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെല്ലാം സമർപ്പിക്കാൻ തോന്നുന്നുണ്ട്, ആർക്കെല്ലാം ജീവിതം കർത്താവിന് കൊടുക്കാൻ തോന്നുന്നുണ്ട്, യേശുവിൻ്റെ സന്നിധിയിൽ തൂണ് നാട്ടാൻ ആർക്കെല്ലാം തോന്നുന്നുണ്ട്, യേശുവിനോട് വാക്ക് പറയാൻ ആർക്കെല്ലാം തോന്നുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ വിശ്വാസത്തിൽ ഞാനിതാ സമർപ്പണത്തിൻ്റെ തൂണിതാ നാട്ടുന്നു. ഈ തൂണ് ഞാൻ സ്ഥാപിക്കുന്നിടത്ത് ദൈവമേ ഒരു ആരാധനാലയമാകും. എൻ്റെ ജീവിതം ഒരു ആരാധനയായി മാറും. എൻ്റെ ജീവിതം സ്തുതിയായി മാറും. എൻ്റെ ജീവിതം ജെന്യുവിൻ വർഷിപ്പായി മാറും. എൻ്റെ ജീവിതം സാക്ഷാത്തായ ആരാധനയായി മാറും. സത്യ ആരാധനയായി മാറും. ആത്മാവിൻ്റെ ആരാധനയായി മാറും. നാഥ, സത്യത്തിൽ ആരാധിക്കേണ്ടതിനെ ആരാധിക്കുന്ന വിശുദ്ധവർഗമായി ഞാൻ എഴുന്നേൽക്കും കർത്താവേ. അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കൂ, പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സത്യാരാധകരെ ഉണർത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധിയുടെ ആരാധന തുടങ്ങുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും സ്തുതി അഭ്യസിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. തിരുരക്തത്താൽ മുദ്രയിടണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ.